അപ്പോൾ എയറോ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മാർക്കറ്റിൽ 2 ദിവസമായിട്ടുള്ള ലോഞ്ച് ചെയ്തിട്ട് സാംസങ് ഗാലക്സി A31 എന്ന് പറഞ്ഞ മോഡലാണ്, A31 എന്ന മോഡലാണ് നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഇതാണ് ഫോൺ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫോൺ മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യം നോക്കാം ഫോണിന്റെ കൂടെയുള്ള ആക്സസറീസിൽ പറയുമ്പോൾ ആദ്യം തന്നെ ബോക്സ് നോക്കുമ്പോൾ ഒരു എക്കണോമിക്കൽ ബോക്സ് ആണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി ഉള്ള ബോക്സ്, ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നോട്ട് ബാഡ്. അപ്പൊ ഈ ബോക്സിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മുകളിലായിട്ട് ഒരു ഭാഗവും അതുപോലെ തന്നെ കീഴായിട്ട് നടുവിലായിട്ടാണ് ഫോൺ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതില് നമ്മുടെ ആദ്യം തന്നെ മുകളിലത്തെ കേസ് നമുക്ക് എടുത്തു നോക്കാം. മുകളിലത്തെ കേസിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. മുകളിലത്തെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു TPU കേസും അതുപോലെ തന്നെ ഗൈഡ് ലൈൻസും ആണ് തന്നിരിക്കുന്നത്. ഗൈഡ് ലൈൻസിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ റീജിയണൽ ലോക്ക് ഗൈഡ്, പിന്നെ കിക്ക് സ്റ്റാർട്ട് ഗൈഡും ഒരു വാറന്റി കാർഡും ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. കേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു എലഗന്റ് ഒരു TPU കേസാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഏകദേശം നമ്മുടെ ഇപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫോണുകളൊക്കെ കൊടുക്കുന്ന പോലത്തെ TPU കേസാണ്. അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡിലേക്ക് സാംസങ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചാർജറിന്റെ കേസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോണാണ്. കാരണം ഇപ്പൊ എല്ലാവരും C ടൈപ്പ് ആണ്, സാംസങ്ങും C ടൈപ്പ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. C ടൈപ്പില് 15 watts വരെ നമുക്ക് സപ്പോർട്ടീവ് ആണ്. സാംസങ്ങിന്റെ ഫാസ്റ്റ് ചാർജിങ് ഇതൊരു 9 volt ചാർജിങ് 1.67 ആംപിയറിലാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ചാർജ് നോക്കി ഈ ഫോണിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോണിലേക്കാണ്. ഫോണിന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ആണ്. നമുക്ക് കണ്ടാൽ അറിയാം ഒരു ഗ്ലാസ് ഫീലിംഗ് ഒക്കെ തരുന്ന ഒരു കേസാണ് വരുന്നത്. ആ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് പക്ഷെ ഇത് പ്ലാസ്റ്റിക്. ക്യാമറയുടെ കാര്യം എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാമറ, റെക്ടാംഗിൾ ടൈപ്പിലുള്ള ക്യാമറയാണ് വരുന്നത്. അത് ക്വാഡ് ക്യാമറ വിത്ത് LED ഫ്ലാഷ്. ദെൻ നമ്മൾ അടുത്തത് പറയുന്നത് ഡിസ്പ്ലേയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Infinity U ഡിസ്പ്ലേ ആണ് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും 6.4 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ്. അത് ഫുൾ HD ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേ ആണ്. ഓപ്പണിംഗ് തന്നെ നല്ലൊരു ആനിമേഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് തരുന്നത്. കണ്ട, ഇത് സാംസങ്ങിന്റെ പുതിയ UI വരുന്ന ആനിമേഷൻ ആണ്. Infinity U നോച്ച് ഉള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ നമ്മുടെ സ്ക്രീനിന്റെ സൈസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 90% അവര് സ്ക്രീൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കളറിങ് നല്ല ഗ്രേറ്റ് കളേഴ്സ് ആണ്. നമുക്കറിയാലോ AMOLED ഡിസ്പ്ലേയിൽ ഗ്രേറ്റ് കളേഴ്സ് ആണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സാംസങ്ങിന്റെ ഇൻട്രൊഡ്യൂസിങ് ആനിമേഷൻ തന്നെ നമുക്ക് കാണാം. ദെൻ നല്ല ഫെദർ ടച്ച് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്വാഡ് ക്യാമറയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഫസ്റ്റത്തെ മെയിൻ ക്യാമറ നമുക്ക് വരുന്നത് 48 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 5 മെഗാപിക്സലിന്റെ നമുക്ക് ഡെപ്ത് ലൈഫ് ഫോക്കസ് ക്യാമറയും 5 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറയും 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 20 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫ്രണ്ട് ക്യാമറ ആണ് ഇവർ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ സ്റ്റൈലിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇതിന്റെ സ്റ്റൈൽ ഒരു എലഗന്റ് സ്റ്റൈലാണ് വരുന്നത്. പുതിയൊരു പാച്ച് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സെക്കൻഡറി മൈക്ക് അവർ മുകളിലായിട്ട്, നോയിസ് റിഡക്ഷൻ മൈക്ക് അവർ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ ബട്ടൺസ് അവർ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലായിട്ട് ആണ്. പവർ ബട്ടൺ വോളിയം അപ്പും വോളിയം ഡൗണും കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള സിം ട്രേയിൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു വൈറ്റ് സിം ട്രേ ആണ്. ഇതുവരെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു വൈറ്റ് സിം ട്രേ ആണ് സാംസങ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം 3.5 ഓഡിയോ ജാക്കും അതുപോലെ C ടൈപ്പ് ചാർജർ സ്ലോട്ട് നടുവിലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ് സാംസങ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ലൈഡും രണ്ട് ടൈപ്പ് ഡിസൈൻ ആയിട്ടാണ് അവർ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സെക്യൂരിറ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ നോക്സ് സെക്യൂരിറ്റി ആണ് സാംസങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ആൻഡ്രോയിഡ് സെക്യൂരിറ്റികളിൽ വെച്ചിട്ട് അത്യാവശ്യം ടോപ്പ് റേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയാണ് നോക്സ് സെക്യൂരിറ്റി. അതാണ് സാംസങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിന്റെ കാര്യത്തിലായിക്കോട്ടെ നമുക്ക് സെക്യൂരിറ്റിയിൽ വരുന്ന ടൈപ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ലോക്ക് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻബിൽറ്റ് സ്ക്രീൻ ഫിംഗർ പ്രിന്റ് ആണ് ഇതിൽ വരുന്നത്. ഫേസ് ലോക്കിന്റെ കാര്യത്തിലായിക്കോട്ടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. ഫേസ് ലോക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പീഡുള്ള ഇൻ ഫിംഗർ പ്രിന്റ് വരുന്ന ഫോണുകൾക്ക്, ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിന്റ് വരുന്ന ഫോണുകൾക്ക് ചില ലാഗുകളൊക്കെ വരാറുണ്ട്. ഇതിൽ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ലാഗ് ഇല്ലാത്ത ഒരു ഫിംഗർ പ്രിന്റ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിൽ പറയാൻ പോകുന്ന കാര്യം ഇതിന്റെ പ്രോസസ്സേഴ്സിനെ കുറിച്ചിട്ടാണ്. പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹീലിയോ P65 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സറാണ് സാംസങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ റാം ടൈപ്പ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LPDDR4X എന്ന് പറയുന്ന റാം ടൈപ്പും അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പിൽ അവർ കൊടുത്തിരിക്കുന്നത് eMMC എന്ന് പറഞ്ഞ സ്റ്റോറേജ് ടൈപ്പാണ്. അത് 128 GB സ്റ്റോറേജ് ടൈപ്പാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിന്റെ റാം വരുന്നത് 6GB 128 ഒറ്റ വേരിയന്റ് ആണ് അവർ സാംസങ് ഗാലക്സി A31 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇപ്പോൾ എല്ലാ ഫോണുകളിലും നോക്കുന്ന കാര്യമാണ്. കാരണം എല്ലാതും ഇൻഫിനിറ്റി സ്ക്രീൻ ആയ കാരണം തന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത് 90% അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലായിക്കോട്ടെ സാംസങ് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു സ്റ്റേജ് വെച്ച് നോക്കുമ്പോൾ 5000 mAh ബാറ്ററിയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫോണാണിത്. അടുത്തത് സോഫ്റ്റ്വെയർ ഇൻഫർമേഷന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവർ 1 UI വേർഷൻ ആണ് സപ്പോർട്ടീവ് ആണ്. അതിൽ ഇപ്പൊ നമുക്ക് ഈ വേരിയന്റിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇപ്പൊ നടന്നതിൽ വന്നിട്ടുള്ള 2.1 ആണ്. പിന്നെ ആൻഡ്രോയിഡ് വേർഷന്റെ കാര്യത്തിലായിക്കോട്ടെ 10 ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ക്നോക്സ് വേർഷൻ, അതായത് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ക്നോക്സ് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിപ്പോ അവർ കൊടുത്തിരിക്കുന്നത് 3.5 ക്നോക്സ് വേർഷൻ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളായിക്കോട്ടെ അവർ നമുക്ക് നൽകിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഓഡിയോസ് ആണ്. അതിൽ FM റേഡിയോ, ഇപ്പൊ ചില ഫോണുകളിൽ നമുക്ക് FM റേഡിയോ സപ്പോർട്ടഡ് അല്ല. അപ്പോൾ സാംസങ് ഇതിൽ FM റേഡിയോ സപ്പോർട്ടഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലൈറ്റ് നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ടീവ് അല്ല. അപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മൾ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അബവ് ആവറേജ് ഫോണാണ് സാംസങ് ഗാലക്സി A31. അപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മൾ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം തന്നെ ഇതിന്റെ ലോഞ്ച് ആയിട്ടുള്ളൂ. പക്ഷെ ഒരുവിധം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫോണാണ്. ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഫോണിന്റെ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട്. പിന്നെ ഓവറോൾ ആയിട്ടുള്ള കാര്യത്തിൽ 5000 mAh ബാറ്ററി, 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, അതുപോലെ തന്നെ ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ, ഫുൾ HD ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ, പിന്നെ ക്യാമറ, നല്ല അടിപൊളി ക്യാമറ പെർഫോമൻസ്, അതൊക്കെയാണ് സാംസങ് ഈ ഫോണിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വരുന്ന ലാസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് പ്രൈസ് ആണ്. പ്രൈസിന്റെ കാര്യത്തിലായിക്കോട്ടെ സാംസങ് നമുക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ഇപ്പോഴത്തെ നിലവിലെ മാർക്കറ്റിംഗ് പ്രൈസ് 22,000 റുപ്പീസ് ആണ്. 22,000 റുപ്പീസിൽ നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി A31. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ കഴിഞ്ഞിട്ടില്ല, ഈ വീഡിയോ നമ്മൾ ചുരുക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ക്യാമറ റിവ്യൂ അതുപോലെ തന്നെ ഗെയിമിംഗ് റിവ്യൂ ഒക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ഒന്ന് അമർത്തിയേക്ക്. ലൈക്കും സപ്പോർട്ടും നിങ്ങളുടെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് നമുക്കൊരു മോട്ടിവേഷൻ ആയിട്ട് വരുള്ളൂ. So, next video കാണാം. Bye. I'm Ansil MS signing out from Aero Vlogs.